വാർത്തകൾ തുടരുന്നു. വിജ്ഞാനം വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് സമൂഹം കടന്നുപോകുന്നതെന്ന് ഹംസ MLA പറഞ്ഞു. ഡിവൈഎഫ്ഐ മംഗലാംകുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹംസ MLA. വിജ്ഞാനത്തെ ഉൽപ്പന്നമാക്കി കമ്പോളങ്ങളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരു കച്ചവട ചരക്കാക്കി മാറ്റിയിട്ടുണ്ട്. കേരളമല്ല ഇന്ത്യയെന്നും ഇന്നത്തെ കേരളമല്ല നാളത്തെ കേരളമെന്നും എല്ലാവരും മനസ്സിലാക്കണമെന്നും ഹംസ MLA പറഞ്ഞു. വിജ്ഞാനം എന്ന് പറയുന്നത് അത് സൗജന്യമായി കൊടുക്കേണ്ട ഒന്നാണെന്നും പുതിയ തലമുറക്ക് കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുമുള്ള ബോധത്തിൽ നിന്ന് മാറുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അത് കുട്ടികൾ മനസ്സിലാക്കണം. 21ാം നൂറ്റാണ്ട് വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ്. വിജ്ഞാനം ഉൽപ്പന്നമാകുന്ന ഒരു കാലം ഒരുപക്ഷെ നമ്മുടെ കാരണവന്മാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. വിജ്ഞാനം ഉൽപ്പന്നമായി മാറുമെന്ന്, നോളേജ് ഉൽപ്പന്നമായി മാറുമെന്ന്, അത് വിറ്റ് കാട്ടാക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പൂർവികന്മാർ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അതൊരു വിൽപ്പന ചരക്കല്ല. കുടിവെള്ളം പണം കൊടുത്തു വാങ്ങുന്നത് പോലെ ഭാവിയിൽ ശ്വസിക്കുന്ന ഓക്സിജനും പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലേക്ക് സമൂഹം മാറുമെന്നും ഹംസ MLA കൂട്ടിച്ചേർത്തു. മംഗലാംകുന്നിൽ ALP സ്കൂളിൽ നടന്ന സ്നേഹസംഗമത്തിൽ PK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മംഗലാംകുന്ന് അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണവും SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ വിതരണവും ഹംസ MLA നിർവഹിച്ചു. മംഗലാംകുന്നിലെ യുവ ഫുട്ബോൾ പ്രതിഭകൾക്കുള്ള ജേഴ്സി വിതരണം CPM ലോക്കൽ സെക്രട്ടറി K കുഞ്ചിരാമൻ നിർവഹിച്ചു. K പ്രേംകുമാർ, B രാജേഷ്, രാകേഷ്, ഗോപാലൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാറൽമണ്ണ കരുമാനാംകുറിശി വെള്ളിനേഴി റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും CPM കാറൽമണ്ണ ലോക്കൽ കമ്മിറ്റി അറിയിച്ചു. കാറൽമണ്ണ കരുമാനാംകുറിശി വെള്ളിനേഴി റോഡിന്റെ പുനർനിർമ്മാണത്തിന് 1 വർഷം മുൻപാണ് 1,10,00,000 രൂപയ്ക്കാണ് ടെൻഡർ കഴിഞ്ഞത്. 1 വർഷം കഴിഞ്ഞിട്ടും 25% പണി മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ കരാറുകാരനും പൊതുമരാമത്ത് വകുപ്പും അവഗണിക്കുകയാണെന്നും ഉടൻ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ചെർപ്പുളശ്ശേരി കാറൽമണ്ണ ലോക്കൽ സെക്രട്ടറി ഉദയഭാസ്കർ പറഞ്ഞു. കാറൽമണ്ണ വടക്കൻമുറി കരുമാനാംകുറിശി റോഡ് നമ്മുടെ ശ്രീകൃഷ്ണപുരം പണ്ടത്തെ MLA 1,10,00,000 രൂപ പാസ്സാക്കിയതാണ്. ഈ 1,10,00,000 രൂപ പാസ്സാക്കിയിട്ട് അതിൻ്റെ കോൺട്രാക്ടർ അതിൻ്റെ പ്രാഥമികമായ കുറച്ച് പണികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ മാർച്ച് മാസത്തിന് മുമ്പ് പാസ്സാക്കിയ ഫണ്ട് ഇതുവരെയും അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ MLA ആയിട്ടും അതേപോലെ തന്നെ കോൺട്രാക്ടറായിട്ടും പല തവണ ബന്ധപ്പെട്ടുവെങ്കിലും ഈ കോൺട്രാക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിന് ആവശ്യമായ നടപടികൾ എടുക്കുന്നില്ല എന്നാണ് MLAയോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പണി ഉടനടി നടപ്പാക്കണം, പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഷൊർണൂരിലെ ഈ എഞ്ചിനീയറുടെ ആഫീസ് പിക്കറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം തന്നെ ഈ പ്രദേശത്തും അതേപോലെ തന്നെ എഞ്ചിനീയർ ഓഫീസിന് മുന്നിലും നടക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി കൂടി ആ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. 4 കിലോമീറ്റർ ദൂരം ദൈർഘ്യം വരുന്ന റോഡിലൂടെ പ്രതിദിനം നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. മഴ കൂടി പെയ്തതോടെ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. തപാൽ ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ലെന്ന് ഹംസ MLA. പൊതുമേഖലയെ നശിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും ഹംസ MLA പറഞ്ഞു. NSP ഒറ്റപ്പാലം ഡിവിഷണൽ GDS കൺവെൻഷൻ ചെർപ്പളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഗവൺമെന്റ് ഈ തപാൽ മേഖല, ഈ പബ്ലിക് സെക്ടറിനെ, പൊതുമേഖലയെ സംരക്ഷിക്കുന്ന ഒരു താല്പര്യമല്ല, പകരം ഈ പൊതുമേഖലയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് വളരെ വേദനയോടുകൂടി നാം തമ്മിൽ ആശയവിനിമയം നടത്തിയേ മതിയാവൂ എന്നാണ്. LCC ചെയർമാൻ CR സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. UM ശശിധരൻ, V മുരുകൻ, MC വേലായുധൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച മെമ്പർമാർക്ക് യാത്രയയപ്പ് നൽകി. സർക്കിൾ വൈസ് പ്രസിഡന്റ് K വിജയകുമാർ വിരമിച്ച അംഗങ്ങളെ ആദരിച്ചു. MC മധുസൂദനൻ, TP അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കയറ്റം തടയണമെന്ന് ഡിവൈഎഫ്ഐ വെള്ളിനേഴി വില്ലേജ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം MA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു.
അടയ്ക്കാപുത്തൂർ PTB സ്മാരക ഹൈസ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വിനീഷ് നഗറിൽ നടന്ന വില്ലേജ് സമ്മേളനത്തിൽ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ശിവകുമാർ രക്തസാക്ഷി പ്രമേയവും നാരായണൻകുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി K പ്രേംകുമാർ, CPM ലോക്കൽ സെക്രട്ടറി K രാമൻകുട്ടി, K ഹരിദാസൻ, K ശ്രീധരൻ, A ബാലചന്ദ്രൻ, B ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ച, മറുപടി തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. ഭരണകൂട ഭീകരതയെ ചെറുക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അവതരിപ്പിച്ചു. 75കൾക്ക് ശേഷം രൂപം കൊണ്ട ഒരു സംഘടന എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന അനീതിക്കും അക്രമത്തിനും അഴിമതിക്കുമെതിരെ പോരാടേണ്ടത് നമ്മുടെ ദൗത്യമാണ് എന്ന് നാം കരുതുന്നത് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട സംഘടനയായതുകൊണ്ടാണ്. DYFI രൂപം കൊണ്ട് 10 കൊല്ലം കഴിയുമ്പോഴേക്കും ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിലോമ കാര്യങ്ങൾ മുന്നേറുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ, വിശിഷ്യ സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസത്തിനേറ്റ താൽക്കാലിക തിരിച്ചടി മുതലാളിത്തത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുതലാളിത്തമാണ് ശരി എന്ന് കരുതിയിരുന്ന ബൂർഷ്വാ ചിന്തകന്മാരുടെ അപ്രമാദിത്വത്തിനും നമ്മുടെ സമൂഹം സാക്ഷ്യം വഹിക്കുന്ന കാലഘട്ടമായിരുന്നു. DYFI കാറൽമണ്ണ വില്ലേജ് സമ്മേളനം ഞായറാഴ്ച കാറൽമണ്ണ UP സ്കൂളിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് CK സിയാവുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം CV ദിനേശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി M സിജു, V ഉദയഭാസ്കർ, CB രവിശങ്കർ, K രജീഷ്, മുസ്തഫ കമാൽ എന്നിവർ സംസാരിച്ചു. ആശുപത്രികളിൽ ഡോക്ടർമാരില്ല, ആശുപത്രിയിൽ വേണ്ടവർ ഡോക്ടർമാരില്ല, 64 ഡോക്ടർമാർ വേണ്ട ഒരു ഹോസ്പിറ്റലിൽ ഇറങ്ങി പത്രത്തിലുള്ള കണക്ക് വെറും 12 ഡോക്ടർമാരാണുള്ളത്. പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടപ്പെടുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്വാശ്രത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. മരുന്നുകളുടെ വില 7 ഇരട്ടിയും 10 ഇരട്ടിയുമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകളുടെ വില. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ആശയമണ്ഡലത്തിൽ ഏത് വർഗത്തിനാണോ മേൽക്കോയ്മയുള്ളത് അവർ അധികാരത്തിലെത്തുമെന്ന് പ്രൊഫസർ അനിൽ ചേലേമ്പ്ര പറഞ്ഞു. ഒറ്റപ്പാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിലിരിക്കും എന്നതുപോലെ തന്നെ പ്രധാനമാണ് ആശയമണ്ഡലത്തിൽ ഏത് വർഗത്തിനാണോ മേൽക്കോയ്മയുള്ളത് ആ വർഗം അധികാരത്തിലിരിക്കും എന്നത്. ഉൽപാദന ശക്തികളുടെ മേലെ ആധിപത്യമുള്ളവർ അധികാരത്തിലിരിക്കുമെന്നതുപോലെ തന്നെയാണ് ആശയമണ്ഡലത്തിലേതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള നവോത്ഥാനം തിരിച്ചു നടക്കുമോ എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷനായി. N ദിനേശ് ബാബു, ശ്രീപ്രകാശ് ഒറ്റപ്പാലം, K സുരേഷ്, VM ശശീന്ദ്രൻ, N രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരി ഐഡിയൽ കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ DYFIക്കാരെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ചെർപ്പളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ചെർപ്പളശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K നന്ദകുമാർ, ജയകൃഷ്ണൻ, ഗോപി എന്നിവർ നേതൃത്വം നൽകി. മണ്ണാർക്കാട് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. തുടർന്ന് പ്രസാദവൂട്ടും മട്ടന്നൂർ ശ്രീരാഗൻ പാർട്ടി അവതരിപ്പിച്ച തായമ്പകയും നടന്നു. DYFI പാലപ്പുറം വില്ലേജ് സമ്മേളനത്തോടനുബന്ധിച്ച് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പാലപ്പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 1.5 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. പിടിയിലായത് പട്ടാമ്പി സ്വദേശികൾ. കോൺഗ്രസിന് മലപ്പുറം ജില്ലയിൽ 2ാം സ്ഥാനത്താകാൻ കാരണം കോൺഗ്രസിന്റെ പ്രവർത്തനമാന്ദ്യമാണെന്ന് മലപ്പുറം DCC സെക്രട്ടറി V ബാബുരാജ്. മുസ്ലിം ലീഗിനെതിരെ മഹിളാ കോൺഗ്രസ് അവതരിപ്പിച്ച പ്രമേയത്തെ ആത്മാർത്ഥതയോടെയാണ് കാണുന്നതെന്നും ബാബുരാജ്. ജാതിമത സംഘടനകൾക്ക് ഭരണസ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള അവസരമാണ് UDF സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ്. തപാൽ ജീവനക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ലെന്ന് M അംസ MLA. വിജ്ഞാനം വിൽപ്പനയ്ക്ക് വെക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് സമൂഹം കടന്നുപോകുന്നതെന്നും അംസ. ദേശീയ അവാർഡ് തിളക്കത്തിൽ പെരിന്തൽമണ്ണ സെൻട്രൽ GMLP സ്കൂൾ പ്രധാനാധ്യാപിക സതീദേവി. സെപ്റ്റംബർ 5 രാഷ്ട്രപതി അവാർഡ് സമ്മാനിക്കും. സ്ഥാപിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തിക്കാത്ത ഒറ്റപ്പാലത്തെ സിഗ്നൽ ലൈറ്റിന് റീത്ത് വെച്ച് പ്രതിഷേധം. 1ാം വാർഷികത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.